വൈഭവ് സൂര്യവംശിയുടെ കുറച്ച് ത്രില്ലിംഗ് ഷോട്ടുകൾ കാണാനായിട്ടാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ ഇന്ത്യയുടെ കളി കാണാനായിട്ട് ടി വിയുടെ മുമ്പിൽ ആളുകൾ തടിച്ചു കൂടിയത്. പക്ഷേ വൈഭവ് സൂര്യവംശിയുടെ ഭാഗത്തു നിന്നും ത്രില്ലിംഗ് ഷോട്ടുകളൊന്നും വന്നില്ലെങ്കിലും മത്സരം ഒരു ഒന്നൊന്നര ത്രില്ലിംഗ് ആയിരുന്നേ, ഒന്നൊന്നര ത്രില്ലർ. ഇന്ത്യയെ, ശ്രീലങ്കയെ, അഫ്ഗാനിസ്ഥാനെ അടങ്ങിയ ട്രൈനേഷൻ സീരീസ് ശ്രീലങ്കയെ വെച്ച് നടക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു വരില്ല, അവരുടെ അറിവിലേക്ക് പറയാം. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 277 റൺസാണ് എടുത്തത്. 277 പോയിട്ട് 250 പോലും എത്തൂല എന്നാണ് തിലകവർമ്മയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ അവസാനം ഹെഡ്ജയും ആയുഷ് ബഡോഡിയും കൂടി അടിച്ചതുകൊണ്ടാണ് ഈ സ്കോറിലേക്ക് എത്തിയത്. കാരണം തിലകവർമ്മയുടെ അമ്മാരി സ്ലോ ബാറ്റിംഗ് ആയിരുന്നേ, അമ്മാരി സ്ലോ പിച്ച്, അതുപോലെ ഡിഫിക്കൽട്ട് പിച്ചാണെന്നൊന്നും തോന്നുന്നൊന്നുമില്ല. യെസ്, തുടക്കത്തിൽ വിക്കറ്റുകളൊക്കെ പോയി, സൂര്യവംശിയുടെ വിക്കറ്റ് ആണെങ്കിലും പോയി, പ്രഭ്സിമ്രാൻ്റെ വിക്കറ്റ് ആണെങ്കിലും പോയി, നമ്മുടെ പ്രിയാൻ ഷായ റണ്ണൗട്ടായി, ഒക്കെ ശരിയാണ്. പക്ഷെ അവരാരും അങ്ങനെ റണ്ണെടുക്കാനായിട്ട് കഷ്ടപ്പെടുന്ന പോലെയും തോന്നിയില്ല. റണ്ണെടുക്കുക എന്ന് പറയുന്നത് ഇത്രയും വലിയ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് എന്ന് തിലകവർമ്മ ബാറ്റ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് തോന്നിയത്. ഭയങ്കരമായിട്ട് അദ്ദേഹം കഷ്ടപ്പെടുക റണ്ണെടുക്കാൻ. 97 ബോളിൽ 60 റൺസ്, ഒരു ഘട്ടത്തിൽ 51 ബോളിൽ 17 ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അയ്യോ, ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ അല്ലേ ഇത്, ഇന്ത്യയുടെ T20 ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ അല്ലേ ഇതെന്നൊക്കെ. പക്ഷേ ഒരു സൈഡിലൂടെ ഋതുരാജ് ഗെയ്ക്വാദ് ആ സ്ട്രൈക്കൊക്കെ റൊട്ടേറ്റ് ചെയ്ത് അത്യാവശ്യം വേഗതയിൽ സ്കോറൊക്കെ എടുത്ത് ആ ഒരു പാർട്ട്ണർഷിപ്പിന് ഒരു ജീവൻ കൊടുത്തു. 150 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട് ഇവർ തമ്മിൽ. ഇവനിരുന്ന് മുട്ടുക, പുള്ളി ചലിപ്പിക്കുക, ഇതായിരുന്നു പരിപാടി. അങ്ങനെ ഏതായാലും 277 എത്തിയല്ലോ തമ്പുരാൻ സാധിച്ചു, അത് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ശ്രീലങ്കയുടെ വെട്ടിക്കെട്ട് ഒരു ഓപ്പണേഴ്സ് അടിപൊളിയായിട്ട് നമ്മുടെ കാമ്പോജിനെയും അർഷദ് ഖാനെയും എല്ലാം തൂക്കിക്കൊണ്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്തു. 90+ പാർട്ട്ണർഷിപ്പായിട്ട് ഉണ്ട്. പിന്നെ ഒരു 2-3 വിക്കറ്റ് തുടരെ പോയി. പക്ഷേ വീണ്ടും ഒരു ക്യാപ്റ്റനും മറ്റൊരു പ്ലെയറും കൂടി, അവരുടെ പേര് വലിയ പിടിയില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പാർട്ട്ണർഷിപ്പ്, അതായത് ഒരു വിന്നിംഗ് പാർട്ട്ണർഷിപ്പ്, വിജയത്തിലേക്ക് നീങ്ങുമായിരുന്നു. എന്തിന് പറയുന്നു, അവസാനത്തെ 3 ഓവറിൽ 17 റൺസ് മതി ജയിക്കാൻ. 18 ബോളിൽ 17 റൺസ്, 4 വിക്കറ്റും ബാക്കിയുണ്ട്, അതും പൊട്ടും. അവസാനത്തെ 2 ഓവറിൽ 10 റൺസ് മതി ജയിക്കാൻ, 3 വിക്കറ്റും ബാക്കിയുണ്ട്. പക്ഷേ അർഷദ് ഖാൻ പറഞ്ഞ ആ ഓവറിൽ ഒരു റണ്ണൗട്ട് അടക്കം 3 വിക്കറ്റ് അങ്ങോട്ട് പോയി. റോൾ ഔട്ട് ആയെന്ന് 8 റണ്ണിന് ഒരു ത്രില്ലിംഗ് വിജയം ഇന്ത്യയ്ക്ക്, ത്രില്ലിംഗ് വിജയം. അതായത് ജയിച്ച കളി എങ്ങനെ തോക്കാമെന്ന് ശ്രീലങ്ക നമുക്ക് പഠിപ്പിച്ചു. ഞാൻ പറയൂല പിന്നെ ഇന്ത്യയുടെ അസാമാന്യ ബോളിംഗ് കാരണമാണ് ഇന്ത്യ ഈ കളി ജയിച്ചത്. ശ്രീലങ്കൻ ടീം അവസാന നിമിഷങ്ങളിൽ വിക്കറ്റുകൾ വലിച്ചെറിയുകയായിരുന്നു, ഗിഫ്റ്റ് പോലെ ഇന്ത്യൻ ബോളേഴ്സിന് കൊടുക്കുമായിരുന്നു. എന്തായാലും ഇന്ത്യക്ക് 2 പോയിന്റ് കിട്ടിയേ. ഇനി അടുത്ത അഫ്ഗാനിസ്ഥാനെതിരെ മത്സരമുണ്ട് 11-ാം തീയതി. വൈഭവ് സൂര്യവംശി അതിൽ പൊളിക്കും നമുക്ക് കരുതാം. പിന്നെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് വെരി വെരി പൂവർ കേട്ടോ. വല്ല മൊബൈലിലാണോ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്?